ഹായ് ഓൾ, ഞങ്ങളൊന്ന് ഹൈലൈറ്റ് മോൾ വരെ പോവാണ് കേട്ടോ. ഈ ഒരു ബാഗ് വന്നിട്ട് കുഞ്ഞു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ മോളിന്ന് എടുക്കുന്നത്. ഞങ്ങൾ കുറേ നാളായി കേട്ടോ ഹൈലൈറ്റ് മാളിലേക്ക് പോയിട്ട്. കുറേ ദിവസമായി മോൾ പറയുന്നത് അവിടെ കിഡ്സ് പാർക്കെല്ലാം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വന്നിട്ട് അപ്പോൾ ഇക്ക വണ്ടി പാർക്ക് ചെയ്യാൻ പോയേ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലേക്കാണ് കേട്ടോ വന്നത്. അവിടെയാണ് കേട്ടോ പാർക്ക് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വന്ന് നോക്കിയപ്പോൾ പാർക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സിനിമ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നതിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിതേ കുറേ സാധനങ്ങളൊക്കെ നോക്കി. പക്ഷേ ഇവിടെ നിന്ന് നേരത്തെ ഇതുപോലെ ഐസ്ക്രീം പോലത്തെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുട്ടികളൊന്നും കഴിച്ചില്ല, കേക്ക് പോലെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേറെ ഐസ്ക്രീമായിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പൊക്കെ ഇപ്പോഴും ഈ ഇടയിലാണ് തോന്നുന്നു വന്നത്. അപ്പോൾ വന്നപ്പോൾ അവർ ഓരോ ഫ്ലേവർ നമുക്കിങ്ങനെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഏതാ വേണ്ടത് വേണ്ട. പക്ഷേ നമുക്കിതിൽ ഏതാ എടുക്കേണ്ടതെന്ന് ഒരേ കൺഫ്യൂഷൻ ആയിരുന്നു. കുറേ ഉണ്ടായിരുന്നുകൊണ്ട് കുറേ നേരം അങ്ങനെ തപ്പിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുറേ നേരം തപ്പി, പക്ഷേ എനിക്കും ഇതിൽ ഏതാ വാങ്ങേണ്ടതെന്ന് അറിഞ്ഞിട്ടില്ല. അവസാനം മോൾക്ക് ഇത് ഈ ഒരെണ്ണം വന്നിട്ട് എടുത്തു കൊടുത്തത്. അപ്പോൾ മോൻ ഇതുപോലത്തെ വാങ്ങിച്ചു തട്ടി ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനിക്ക് ഈ പാക്കറ്റിലുള്ള ഐസ്ക്രീം പോലത്തെ സാധനം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇരിക്കുകയാണെങ്കിൽ ഓരോ ഫ്ലേവറെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഈ പാക്കറ്റിലുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ അവൻ വാങ്ങിച്ചത്. അങ്ങനെ അത് പൊട്ടിച്ചു കൊടുത്തപ്പോൾ നോക്കുമ്പോൾ രണ്ടാൾക്കും ഒരേപോലത്തെ ഒരേ കളറാണ് കേട്ടോ. രണ്ടും സെയിം ഫ്ലേവർ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഐസ്ക്രീം എനിക്ക് വാങ്ങിച്ചില്ല, കാരണം മോൾ എന്താണെങ്കിലും ഇത്രയും ഒരു ഐസ്ക്രീം കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ തന്നെ മോൻ അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും മോൾ വന്നത് ഇവിടെ സീറ്റിലെല്ലാം ഇരുന്നും താഴെയെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിക്കാൻ നിന്നു. അങ്ങനെ മോൻ അപ്പോഴേക്കും കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും തന്നെ മോളുടെ മുഖമൊക്കെ മാറി, അവൾക്ക് അത് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മോനാണെങ്കിൽ അത് മുഴുവൻ ഏകദേശമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നുണ്ടായിരുന്നു. ഇതേ കണ്ടില്ല, ഓടി വന്നിട്ട് എനിക്ക് കൂടെ തരികയാണ്, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം നിന്നതും പിന്നെ ഐസ്ക്രീമും എൻ്റെ കയ്യിൽ തന്നെ കിട്ടി കേട്ടോ. അതാണെങ്കിൽ നല്ല വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞാനത് കഴിച്ചു തീർത്തു. അങ്ങനെ പിന്നെ നമ്മൾ ഏറ്റവും താഴേക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ജീപ്പുകളെല്ലാം കണ്ടിട്ട് മോൾക്ക് അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്സ് എല്ലാം ഉള്ള എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ താഴെ എസ്കലേറ്ററിൽ കയറിയിട്ട് നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ വന്നത്. നേരെ പോണത് ട്രോളി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികൾ ഓടുന്നു. ആദ്യം പോയി ട്രോളി എടുക്കുന്നത് മോനാണ്. ഈ ഒരു ചെറിയൊരു കൊട്ടയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. പോയതും ഈ ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. എപ്പോഴും പിന്നെ സ്ട്രോബെറി മറക്കില്ല കേട്ടോ. ട്രോളി പിന്നെ എന്നും മോൻ തന്നെയാണ് എടുക്കുന്നത്. അതിനൊരു ഉദ്ദേശം കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കൂണെടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇക്കാക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ തന്നെ തിരിച്ചു വെപ്പിച്ചു. അതിൻ്റെ വിഷമത്തിൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇക്കിയൊരു ബീഫും അതുപോലെ തന്നെ കുറച്ച് ലിവറെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേക്കും ഇവർ ഫിഷെല്ലാം നോക്കാൻ വന്നു. പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ട്രോളിയും കൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. ഈ ട്രോളി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ താഴെയുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ കരയുന്നത് വന്നിട്ട് സ്പ്രിങ്കിൾസ് വേണം വേണ്ടിയിട്ടാണ് കേട്ടോ കരയുന്നത്. അങ്ങനെ ഒരു സ്പ്രിങ്കിൾസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്പ്രിങ്കിൾസിലൊന്നും നിൽക്കില്ല, എന്ത് കണ്ടാലും അവിടെ നിന്ന് കരിയും. ഈ കൊട്ടയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കേട്ടോ. സാധനങ്ങൾ കണ്ടാൽ അത് ഇഷ്ടപ്പെട്ട് ആ വഴിക്ക് പോകുകയെ. അങ്ങനെ ഞാനത് ഒരു ചീസും പിന്നെ ഒരു ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പുഡിങ് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ പുഡിങ് എടുത്തിട്ട് പിന്നെ ഒരു ഫ്രഷ് ക്രീം എടുത്ത് പാസ്ത എടുത്തു. പിന്നെ ഒരു ഫെയർ ലവ്ലി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ പോകുമ്പോഴാണെങ്കിൽ എസ്കലേറ്ററാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോണ സമയത്ത് തിരക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കയറുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനത്തെ ഈ എസ്കലേറ്ററിലെല്ലാം കയറി ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണ്ടോ, ഇനി വേറെ എവിടേക്കും പോകുന്നില്ല. അപ്പോൾ മോള് എൻ്റെ അടുത്ത് പുറകിൽ നിന്ന് ഓരോ കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി വണ്ടി പാർക്ക് ചെയ്യുന്നതിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ മോൾക്കാണെങ്കിൽ ചെറിയ വിഷമമുണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞാൽ കിഡ്സ് പാർക്ക് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. കുറേ നാളായി കിഡ്സ് പാർക്കിൽ പോകണം വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളായിട്ട് നേരെ വീട്ടിലേക്ക്. അത്ര ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.